ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് നോക്കിയാലോ? വീട്ടിലുള്ള 2-3 ഐറ്റങ്ങൾ വെച്ച് ഹെൽത്തി ആയിട്ട് അധികം എണ്ണയൊന്നും ഇല്ലാതെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് നോക്കാം. ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കുറുമ്പൻ വന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചു. പാൻ ചൂടായാലോട്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യും ഓയിലൊക്കെ ചൂടായതിലോട്ട് ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല വെന്തുടഞ്ഞ് വന്നതിലോട്ട് അരക്കപ്പ് റവ ചേർക്കാം. വറുത്ത റവയും വറുക്കാത്ത റവയും ചേർക്കാമേ. റവ ചേർത്ത് നല്ല രീതിയിൽ ഒരു മിനിറ്റോളം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നെയ്യിലൊക്കെ കിടന്ന് നല്ല റോസ്റ്റ് ആവണം. അതിലോട്ട് നമുക്ക് 1 കപ്പ് പാല് ചേർക്കാമേ. അരക്കപ്പ് റവയ്ക്ക് 1 കപ്പ് പാൽ എന്ന കണക്കിന് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാമേ. നല്ല രീതിയിൽ വെന്ത് പാലെല്ലാം വറ്റി നല്ല ഒരു മാവ് പരുവത്തിലാകുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാമേ. പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാമേ. എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ട് എടുക്കാമേ. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാമേ. ഞാൻ കുട്ടി കുട്ടി ബോൾസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയെല്ലാം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഈ ബോൾസാക്കി എടുത്തതിന് നമ്മളിനി ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഓയിലിലല്ല, ചെറിയൊരു രീതിയിൽ നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് അതിലോട്ട് നമ്മൾ നെയ്യും കുറച്ച് എണ്ണയാണ് ചേർക്കണത്. നെയ്യും എണ്ണയെല്ലാം ചൂടായതിന് ശേഷം ഓരോരോ ബോൾസായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ അടുത്ത സൈഡ് ഗോൾഡൻ കളറാക്കി എടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ കണക്കിനാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി റെസിപ്പിയാണ്. മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. 2 പേർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ.